താങ്കളൊരു പെന്തക്കോസ്റ്റ് പാസ്റ്ററിന്റെ മകനല്ലേ? അതെ, 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 അതെ. നമ്മുടെ കേരളത്തിൽ മൊത്തത്തിലുള്ള ഒരു പ്രതീതിയാണ് ബിജെപി ക്രൈസ്തവരെ ഉത്തരേന്ത്യയിൽ ആക്രമിക്കുന്നു. വൻതോതിൽ ആക്രമണത്തിന് ക്രൈസ്തവർ ഇരയാകുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയാലോ. അപ്പോ താങ്കൾ യാഹ്! എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ബിജെപി ബിജെപി എന്നല്ല, ബിജെപിയുടെ ഉം ഉം. കൂട്ടത്തിലുള്ള ആർഎസ്എസ്, ബജറംഗ് ദള്, ശിവസേന തുടങ്ങിയിട്ടുള്ള അവരുടെ കൂട്ടത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ആണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഡയറക്ട്ലി അവർക്ക് ഇൻവോൾവ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തുള്ള കമ്മ്യൂണിറ്റികളായിരിക്കും ഏറ്റവും ശക്തമായിട്ട് ഈ മതത്തിന്റെ അനുസരിച്ച് അല്ലെങ്കിൽ ആ വിശ്വാസത്തെ ഭയങ്കര വലിയ രീതിയിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ. ഇപ്പൊ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് ഇവിടുത്തെ കേരളത്തിലുള്ള പാസ്റ്റേഴ്സ് ഇവിടെയുള്ള വിശ്വാസികളെ പ്രാർത്ഥനയ്ക്ക് കൂട്ടിവരുത്തുകയും അല്ലെങ്കിൽ അങ്ങനത്തെ കൂട്ടായ്മകൾ നടത്താതെ അവർ നോർത്ത് ഇന്ത്യയിൽ ഇവിടുത്തെ എല്ലാം തിരിച്ചുകൊണ്ട് പോകുന്നത് തന്നെ മതം മാറ്റത്തിന്റെ ഉദ്ദേശം തന്നെയാണ്. അല്ലാതെ വേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ പറ്റുന്നത്